അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. സുദീർഘമായ ഒരു ഭാഷണത്തിൽ മുതിരുന്നില്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഏറ്റവും ആവശ്യമായ ഒന്നാണ് പരിസ്ഥിതി. അല്ലേ? പരിസ്ഥിതി എന്താണ്? നമ്മൾ ജീവിക്കുന്ന ഭൂമി, നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതൊക്കെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. തീർച്ചയായും നമുക്ക് നല്ല ജീവിതം ഉണ്ടാകണമെങ്കിൽ പരിസ്ഥിതി നന്നാകണം. വേണോ? ഇന്റർനാഷണൽ പരിസ്ഥിതി ദിനമായി ജൂൺ 5 ആചരിക്കുകയാണ്. യുണൈറ്റഡ് നാഷണൽ, ലോകത്തെ 193 രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി ഒരു സംഘടനയുണ്ട്, യുണൈറ്റഡ് നാഷണൽ, ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ 1973 കാലഘട്ടത്തിൽ പരിസ്ഥിതി ദിനമായി ജൂൺ 5 പ്രഖ്യാപിച്ചു. ഒരു ദിവസത്തിന് പ്രത്യേകമായി പരിസ്ഥിതി ദിനമായി ആചരിക്കുകയും ആ ദിവസത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനാണ് ഒരു ദിവസം ഇങ്ങനെ ആചരിക്കുന്നത്. 1973 ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും 74-75 കാലഘട്ടത്തിലൊന്നും ലോകത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചിട്ടില്ല. 1976 ആദ്യമായി പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. കേൾക്കൂലല്ലോ. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് 1976. എന്നാൽ ഈ ദിനം അവർ ചർച്ച ചെയ്യുന്നതിന്റെ 1400 കൊല്ലം മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസ്ഥിതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നല്ല, രണ്ടല്ല, 100-ലധികം ആയത്തുകളും ഹദീസുകളും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, നേരത്തെ ഇവിടെ കേട്ടു, ഇൻ ഖാമത്ത് സാഅ വഫീ യദികും ഫസീലത്തുൻ ഫൽയഅർസുഹാ. നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കരങ്ങളിൽ ഒരു മരത്തൈ ഉണ്ടെങ്കിൽ, നാളെ ഖിയാമത്ത് നാളാണെങ്കിൽ, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ അടുത്ത് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ ആ മരത്തൈ നടണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് മരിക്കുമ്പോൾ ഇവിടെ മരത്തൈ നടുന്നത്? എന്തിനാണ് ഖിയാമത്ത് നാൾ ആയിട്ട് പോലും ഇവിടെ തൈ നടാൻ വേണ്ടി കൽപ്പിക്കുന്നത്? അതിന്റെ സംരക്ഷണം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് വ്യക്തമാക്കി പറയുകയാണ്. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ദജ്ജാൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ, അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെങ്കിൽ ആ തൈ നിങ്ങൾ നടണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളായാലും ഏത് കലുഷമായ അന്തരീക്ഷത്തിലും നിങ്ങളുടെ കൈകളിൽ തൈകൾ ഉണ്ടെങ്കിൽ ആ തൈകൾ നടാനാണ് ഇസ്ലാമിക ആജ്ഞാപനം. വിദ്യാർത്ഥികളെ, ഈ ദിനം, ഈ ആഴ്ച നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണ്. അതുകൊണ്ടാണ് മദ്രസയുടെ ക്ലാസ് സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി ക്ലാസ് എടുക്കാതെ ഇത് പറയുന്നത് എന്തിനാണ് അറിയുന്നത്? ഇത് പ്രധാനപ്പെട്ട ഒരു ദിവസം ആയതുകൊണ്ടാണ്, പ്രധാനപ്പെട്ട ഒരു ആഴ്ച ആയതുകൊണ്ട് ഇതെന്തായാലും ആചരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ജൂൺ 5 ഇതേക്കുറിച്ച് പറഞ്ഞു തരാനൊന്നും സമയമില്ല, സ്കൂൾ ഡേ ആയതിനാൽ.
അപ്പോൾ നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വിശാലമായ പ്രോഗ്രാമുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഇവിടെ ക്വിസ് മത്സരം നടക്കാനുണ്ട്. ആവേശകരമായ ക്വിസ് മത്സരം. ക്വിസ് മത്സരം നടക്കുമ്പോൾ തന്നെ ആരാണ് ഏറ്റവും മുമ്പിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൈവായി അതിന്റെ മറുപടിയും കിട്ടും. അതുപോലെ തന്നെ ചിത്രരചന മത്സരം നടക്കാനുണ്ട്. പ്രകൃതിയെക്കുറിച്ച് വരക്കാനും എഴുതാനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പല പ്രോഗ്രാംസുകളും ഇവിടെ നടക്കാറുണ്ട്.